എന്റെ അമ്മേ. ഞാൻ ഈ സെൽഫോണിനോട് ഒരുപാട് കടപ്പെട്ടിരിക്കുക. ഈ ഫോൺ കാരണമല്ലേ നമുക്ക് തമ്മിൽ പരിചയപ്പെടാൻ പറ്റിയത്. എനിക്ക് ഒരുപാട് പേരുടെ ചീത്ത വിളി കേൾക്കാനും പറ്റി. സാറിന്റെ മോളും മറ്റവനും കൂടി പതുക്കെ പറയണോ. സാറിന്റെ മോളും മറ്റവനും കൂടി റെസ്റ്റോറന്റ് ഇരിപ്പുണ്ട്. കണ്ണ് തെറ്റിയ നീ കുരുത്തം കെട്ട പെണ്ണിന്റെ പിന്നാലെ വാടകി നടക്കുകയാണല്ലേ. മണ്ട വല്ലതും പറ്റിയ എവള് നിന്റെ മണ്ടയിലാവും. എടീ പെണ്ണേ, നീ പുളിങ്കൊമ്പേന്ന് വിട്ടുപിടി. നിങ്ങളുടെ കല്യാണം ഞാൻ ഒരു കോലത്തും നടത്തില്ല. എന്ത് നോക്കി നിക്കുവാടി? നീ റൈറ്റിലോട്ട് പോ, നീ ലെഫ്റ്റിലോട്ട് പോ. ഓടാ ഓടി. ആ ഇതാ ആണ്ടിപ്പട്ടിയാ, ചീത്ത പറയാൻ വിളിക്ക. ഇന്ന് ഇയാൾക്ക് രണ്ടെണ്ണം പറഞ്ഞു. അയ്യോ വേണ്ട. കുറച്ച് കാശ് കടം മേടിച്ചെന്നും പറഞ്ഞ് ഇങ്ങനെയുണ്ട് മനുഷ്യന്മാർക്ക് ആക്രമണം. എക്സ്ക്യൂസ് മീ, സേഠ്ജിയുടെ മോളല്ലേ? അതെ, ഞാൻ രമേഷ് പ്രസാദ്. ആ ഇത്തവണത്തെ ബിസിനസ് അവാർഡ് കിട്ടിയ. ഇരിക്കൂ. താങ്ക് യു. സാർ സത്യമല്ല, കൺകുളിർക്ക് കണ്ടല്ലോ സാർ. കണ്ടു. ഇപ്പൊ സന്തോഷായില്ലേ? അല്ല ബോധ്യായില്ലേ? ഇനി സാർ ഒന്ന് മൂളിയാ മതി. അവന്റെ കൈയോ കാലോ തലയോ എന്ത് വേണേലും വെട്ടിക്കൊണ്ടുവരാൻ ഞാൻ ഏർപ്പാട് ചെയ്യാം. എനിക്ക് തൃപ്തിയായി. അതാണ് സാർ എന്റെ സിൻസിയറിറ്റി. അതല്ലടോ, പിന്നെ ആ പയ്യനെ എനിക്ക് ഇഷ്ടായെന്ന്. അവൾ എന്റെ മോളല്ലേ, അവക്ക് തെറ്റ് പറ്റില്ല. ആ പയ്യനെ എനിക്കറിയാടോ, അവൻ മിടുക്കനാ. അവക്കതാണ് ഇഷ്ടമെങ്കിൽ നമുക്കതങ്ങ് നടത്തി കൊടുക്കാം. എനിക്ക് പിന്നെ ഞാൻ ഓക്കെ, പരിചയപ്പെട്ടതിൽ സന്തോഷം. ബൈ. ബൈ. വയറ് നിറച്ചു കൊടുത്തു. അല്ല പിന്നെ ഹരിയും ഗംഗയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞാൽ അവൻ എന്റെ ആരാ? മുതലാളി. അവന്റെ പെങ്ങളും എന്റെ മോനും തമ്മിലുള്ള കല്യാണം നടന്നാൽ ഞാൻ ആരാ? ആരാ മുതലാളി? ஒருவன் முதலாளி உலகில் மற்றவன் தொழிலாளி விதியை நினைப்பவன் ஏமாளி அதை வென்று முடிப்பவன் அறிவாளி. ജൽദി ക്ലീൻ കരോ സാനെ. തീപ്പൊരി കുട്ടപ്പാ ഉമ്മ. ബാക്കി കാട്ടി ഞാൻ അടിക്കാം. ഓനെ കാറ് കഴുകാൻ സഹായിക്കടാ പരമാനന്ദമായ മുരളി. നിങ്ങൾ ഇദ്ദേഹത്തിന് കാശ് കൊടുക്കാനുണ്ടോ? ഇല്ല. പിന്നെ എന്തിനു വൃത്തികെട്ട കാർ കഴുകണം? ബദ്മാഷ്. അയ്യോ എന്റെ മരുമകള്. ബാക്കി നീ തന്നെ ചാമ്പിക്കോ. എപ്പോഴാ തുടങ്ങിയത്? അയ്യോ എന്റെ കുട്ടി ക്ഷീണിച്ചു പോയി. വിറ്റാമിൻസിന്റെ കുറവായിരിക്കും. എന്താണത്? ഒരച്ഛന്റെ സ്നേഹചുംബനം. എന്താടാ നോയിക്കൊണ്ടിരിക്കുന്നത്? പോക്കറ്റിൽ നിന്ന് 3 പവന്റെ മോതിരോടുത്ത് ഈ പെങ്കൊച്ചിന്റെ തള്ളവരിലോട്ട് അല്ല മോതിരവരിലോട്ടിട്ട്. എനിക്കൊന്നും മനസ്സിലായില്ല. ഇതാണ് വിവാഹ നിശ്ചയം. അതിന് നിങ്ങൾ ആവശ്യപ്പെട്ട സ്ത്രീധനം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണ്. കാരണം ആശുപത്രിയിൽ ഒന്നും കാണിക്കായിരുന്നില്ലേ? ഇത് ഭ്രാന്തല്ല, വെളിവാടാ. ഇന്ന് പുലർച്ചെ ഒരു അലർച്ച കേട്ട് ഞെട്ടിയുണർന്ന് നോക്കുമ്പോൾ സാക്ഷാൽ ഭഗവതി മുന്നിൽ. ഒറ്റ ചോദ്യം, നീ ശ്രീകുട്ടിയുടെ കല്യാണം മുടക്കും അല്ലേടാ? അമ്മേ, പ്രായച്ചിത്തം ചെയ്യാനെങ്കിലും പ്രായച്ചിത്തം ചെയ്യാനെങ്കിലും എന്നോട് കരുണ കാണിക്കുക. കരുണ ഹരികൃഷ്ണനോടെല്ലാം വിശദമായിട്ട് പറയണം. അവൻ എനിക്ക് പിറക്കാതെ പോയ എന്റെ മകനാ. എന്റെ കാശും കട എന്തില്ലെങ്കിലേ പിറക്കാതെ പോയ മോന്റെ കയ്യോ കാലം ഞാൻ മുംബൈക്ക് കൊണ്ടുപോകും. കയ്യും കാലം വെട്ടിക്കൊണ്ടു അവൻ എന്താ പച്ചത്തവളയോ? അത് അവന്റെ ഇരിക്കട്ടെ. നിങ്ങളുടെ പണം ഞാൻ തരും. എന്റെ 2 ലക്ഷം സാർ. അത് ഞാൻ തരും. അപ്പൊ എന്റെ 1 ലക്ഷം അത് ഞാൻ തരും. നിനക്ക് കിട്ടാനല്ല, കിട്ടിയാ കൊള്ളായിരുന്നു. നിനക്ക് ഞാൻ തരാം. അതുകളാ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ആരും ഞെട്ടരുത്. എന്റെ സ്വാധീനം ഉപയോഗിച്ച് ഇവിടുത്തെ ഹരികൃഷ്ണന് എന്റെ ഒരേ ഒരു മുതലാളിയുടെ ഒരേ ഒരു മകളുമായി കല്യാണം ആലോചിച്ചിരിക്കുകയാണ്. എന്റെ ഒരേ ഒരു ഉറപ്പിന്മേൽ മുതലാളി ഇത് സമ്മതിച്ചിരിക്കുകയാണ്. ഇനി ഹരികൃഷ്ണൻ ആരാ? ഹരീഷൻ തന്നെ. അല്ല, കോടീശ്വരനാ, കോടീശ്വരൻ. ധർമ്മേന്ദ്ര, മൺവാൾജി കാർ കഴുകൂ. മിസ്റ്റർ ധരം, എന്റെ ഈ ലഗേജിന്റെ വിലങ്ങൊന്ന് അഴിച്ചിരുന്നെങ്കിൽ. അത് കാശ് വന്നിട്ട് അഴിക്കും. ഓഹോ, चाहे नहीं सुरबाला को गहना में गूंथ जाऊं. നീ ഇതുവരെ ഒരു കാര്യം എന്നോട് മറച്ചു വെച്ചിട്ടില്ല. ഇപ്പോ നിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നപ്പോ നീ എന്നെ അറിയിച്ചില്ല. മോളുടെ കല്യാണ കാര്യത്തെ കുറിച്ചാ ഡാഡി പറഞ്ഞു വരുന്നത്. കല്യാണോ? അതെ,
എന്നോർത്ത് നിന്റെ ഇഷ്ടം നോക്കാതെ ഏതെങ്കിലും കാട്ടുമാക്കാനെ നിന്റെ തലയിൽ കെട്ടിവെക്കുന്ന ഡാഡിയല്ല ഈ ഡാഡി. കറക്റ്റ്. മോള് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് ഈ ഡാഡി നടത്തി തരും എന്ന് കരുതി പഠിത്തത്തിൽ ഉഴപ്പരുത്. ഓക്കെ? സന്തോഷായില്ലേ? ഇതിന്റെ എല്ലാം സൂത്രധാരൻ ആരാ? ഞാനാ. എനിക്കൊന്നും മനസ്സിലായില്ല. ഹേയ്, ഒന്നും മനസ്സിലായില്ലേ? കുട്ടിയും ഹരീഷിനും തമ്മിൽ റെസ്റ്റോറന്റിൽ ഇരുന്ന് സംസാരിക്കുന്ന ഡാഡി കണ്ടു. ഞാൻ കാണിച്ചു കൊടുത്തു. ഡാഡിക്ക് ഹരീഷിനെ ബോധിച്ചു. നിങ്ങളുടെ കല്യാണം ഉടനെ നടക്കും. ഈ പരമാനന്ദം നടത്തും. ഇനിയും വെച്ച് താമസിപ്പിക്കണോ? എന്തോന്ന്? മകളുടെ ഇഷ്ടം സാർ അംഗീകരിച്ച സ്ഥിതിക്ക് ഈ വിവാഹം പെട്ടെന്ന് നടത്തിക്കൂടെ? അവളുടെ പഠിത്തം കഴിഞ്ഞിട്ട് പോരെ കല്യാണം? മതി. അതിനു മുമ്പ് ഒരു ലേണിംഗ് ലൈസൻസ് കൊടുത്തൂടെ? നിശ്ചയം, വിവാഹ നിശ്ചയം പറഞ്ഞുറപ്പിച്ചാ പിന്നെ അവര് തമ്മി മിണ്ടിയെന്നും പറഞ്ഞു എന്നും കരുതി ആരും ഒന്നും പറയില്ല. ഇല്ലെങ്കിൽ ലവ് ആണ്, ലൈനാണ്, ലപ്പാണ്, ഡിഗ്രിജാനാണെന്നൊക്കെ പറഞ്ഞ് നാറ്റ കേസാക്കും. അതെ അല്ല? അത് ശരിയാ. എങ്കിൽ നല്ലൊരു മുഹൂർത്തം നോക്കി നമുക്ക് മോതിരം മാറ്റ ചടങ്ങ് നടത്താം. ഈ വരുന്ന 18-ന് 10, 40-ന് 43-ന് ഇടയ്ക്ക് ഒരു രഹസ്യ മുഹൂർത്തം ഉണ്ട്. 3 മിനിറ്റിൽ മുഹൂർത്തം. പിന്നെ 11-ൽ വ്യാഴം, 12 വെള്ളി, 13 ശനി, തുടർന്ന് രാഹു ലഗ്നത്തിൽ കയറും. 2.25 മിനിറ്റ് കൊണ്ട് തീരും. തനിക്കെന്താണോ ജോലിസി അറിയാവോ? അറിയില്ല, അറിയുന്ന ആളെ കൊണ്ട് നോക്കിച്ചു. സാറിന്റെ സിൻസിയറിറ്റി ചോദ്യം ചെയ്ത് സങ്കടമുണ്ട് സാർ. ഓക്കെ പരമാനന്ദം, എങ്കിൽ താൻ ആ ചെറുക്കന്റെ വീട്ടുകാരുമായിട്ട് സംസാരിച്ച് ഇപ്പൊ തന്നെ ഞാൻ ഉറപ്പിക്കാം. അവനോ ഇന്നൊരു മുതലാളി, ഞാനോ അരേര മുതലാളി. അവനോ ഇന്നൊരു മുതലാളി, ഞാനോ അരേര മുതലാളി. അല്ല, ആരാ ഈ വന്നിരിക്കുന്നത്? എത്ര കാലായിടോ കണ്ടിട്ട്. വരണം പ്ലീസ് കം. ഇതെന്റെ മകനാ, അറിയില്ലേ? അറിയോന്ന്? ഇത്തവണത്തെ എന്റെ അവാർഡ് തട്ടിയെടുത്ത മിടുക്കനല്ലേ? അവാർഡ് ഫംഗ്ഷന്റെ ഫോട്ടോ കണ്ടപ്പോഴാ അച്ഛൻ നിങ്ങൾ തമ്മിലുള്ള ഫ്ലാഷ് ബാക്കുകൾ പറഞ്ഞത്. അതൊക്കെ ഒരു കാലം അല്ലേടോ. ഇനി തന്റെ അനുഗ്രഹം വാങ്ങിക്കാതെ ഇവൻ ബിസിനസ് ചെയ്താൽ നന്നാവൂല എന്ന് ഞാൻ പറഞ്ഞു. അനുഗ്രഹം മേടിക്കാനാ ഞാൻ വന്നത്. എന്താ ഇത്? ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. വാ ഇരിക്കടോ. ഹലോ. ഹലോ. എന്റെ മോള് ഗംഗ. ഞങ്ങൾ തമ്മിൽ നേരത്തെ അറിയാം. മോള് പോയി നല്ല ചായ ഉണ്ടായിക്കൊണ്ടുവാ. നിന്റെ കൈപ്പുണ്യം ഇവരൊന്നും അറിയട്ടെ. സത്യം പറഞ്ഞ തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ എന്റെ മാനേജർ പരമാനത്തെ ഇപ്പൊ അങ്ങോട്ട് അയച്ചതേ ഉള്ളൂ. എടോ പ്രസാദേ, ഇവനെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്കങ്ങ് ഇഷ്ടായി. ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ ഇവനെ പോലെ എന്റർപ്രൈസിംഗ് ആയിട്ട് എത്ര പേരുണ്ടാവും? ഇവനെ എനിക്ക് തന്നുകൂടെ? എന്ന് വെച്ചാൽ എന്റെ മോളും ഇവനും തമ്മിൽ പരിചയമാണെന്ന് പറയുന്നു. എങ്കിൽ പിന്നെ ആ പരിചയം നമുക്കങ്ങ് കെട്ടി ഉറപ്പിച്ചാലോ? എനിക്ക് 100 വട്ടം സമ്മതം. ഇവന് 101 വട്ടം സമ്മതം. എടോ പ്രസാദേ, ഇപ്പോഴും സ്മോൾ അടിയൊക്കെ ഉണ്ടോടോ? മോളെ, നിന്റെ കാര്യ ഞങ്ങൾ ഇതുവരെ സംസാരിച്ചോണ്ടിരുന്നത്. നിന്നെ എത്രയും വേഗം കെട്ടിക്കാനാണ് ഞങ്ങളുടെ പരിപാടി. അവളുടെ ഒരു സന്തോഷം കണ്ടില്ലേ? ഈ വരുന്ന 18-ാം തീയതി നല്ലൊരു മുഹൂർത്തമുണ്ട്. 18-ാം തീയതിയോ? അതെ, 18-ാം തീയതി തന്നെ നമുക്ക് നിശ്ചയം നടത്തണം. തുടർന്നുള്ള മുഹൂർത്തത്തിൽ എന്റെ മകനും ശ്രീകുട്ടിയും തമ്മിലുള്ള വിവാഹം നടത്താം. എല്ലാം എനിക്കൊരു സ്വപ്നം പോലെ തോന്നുക. ഇത് സ്വപ്നമല്ല, ഭാഗ്യമാണ്. ഇവന്റെ ഭാഗ്യമാണ്. നോ, ഇത് ഞങ്ങളുടെ ഭാഗ്യമാണ്. ഞങ്ങൾക്ക് കൊടുത്ത കാശ് തിരിച്ചിട്ടാനുള്ള യോഗം ഉണ്ടേ. അതെ, അതെല്ലാം തലയ്ക്ക് മേളിലിരിക്കുന്നവർക്ക് വിചാരിക്കണം. ഈശ്വര, ചെറുത്താൻ എവിടെ നോക്കിയാലും. അല്ല, പെണ്ണിന്റെ അച്ഛനോ ഒന്നും കാണാതെ സംസാരിക്കാതെ എന്തിന്? അവരൊക്കെ വലിയ വലിയ ആളുകളാ. ഒന്നിന് സമയമില്ല. തിരക്കോട് തിരക്ക്. ഒന്ന് മൂത്രക്ഷേ അതിനും സമയമില്ല. ഇപ്പൊ തന്നെ ഇക്കണ്ട സ്ഥാപനങ്ങളുടെ എല്ലാം ചുമതല ആരെ ഏൽപ്പിച്ചിരിക്കുന്നത്? എന്നെ തന്നെയാണ് ഈ കല്യാണത്തിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരെന്നാലും ഇല്ല. എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് വിട്ടു നോക്കും. ഞാൻ ഏറ്റു. ഞാനില്ലേ? എല്ലാം പറഞ്ഞതുപോലെ. അതെ, വരുന്ന 18-ാം തീയതി വിവാഹ നിശ്ചയം. അങ്ങനെ നിന്റെ വൈവാഹിക നിശ്ചയമായി. എന്റെ നിശ്ചയം എന്താണെന്ന് എനിക്കൊരു നിശ്ചയമില്ല. എടോ, ഇന്നേ ഇവന്റെ വൈവാഹിക നിശ്ചയോ, അല്ലാതെ തന്റെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ അല്ല. പോടോ. വാടോ. എടോ, താങ്കൾ ഇന്നൊരു കോടീശ്വരനാവാൻ പോവുകയാണ്. ഈ മോതിരം മാറലിലൂടെ താങ്കളുടെ സ്വഭാവവും മാറരുത്. മക്കളോ, നിക്കടാ. ഒന്ന് എണ്ണം എടുത്തോട്ടെ. 1, 2, 3, 4, 5. ഒരെണ്ണം തേടി അപ്പുറത്തെങ്ങാനും കാണും. ഉള്ളതിനെ കൊണ്ട് പോകാം.
സുന്ദരനായിരിക്കുന്നു വാ 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 മോതിരെടുത്തല്ലേ വാ അച്ഛന്റെ തോളയിലേക്ക് ഉപ്പും ചാക്ക് പോലെ നിൽക്കോ വന്നേ വന്നേ മുമ്പിൽ വാ ചിലപ്പോ ഫോട്ടോ വീഡിയോ പിടിക്കും വലത് കാലെടുത്ത്